അസ്സലാമു അലൈക്കും. കേളാരി സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന യാത്ര, ആ യാത്രയിൽ പല കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വിട്ടു നിൽക്കുകയായിരുന്നു ഇത്രയും കാലം. അതായത് യാത്രയിൽ ഉപയോഗിക്കേണ്ട കൊടി അത് പാണക്കാട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്, പാണ്ടക്കാട് തങ്ങന്മാരി മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞ് അതിനോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു പിടിവാശിയിലായിരുന്നു ലീഗിൻ്റെ ആളുകൾ. അവര് കരുതിയിരുന്നത് ലീഗിനെ കൂട്ടാതൊരു പരിപാടി കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ നടക്കൂല എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരായിരുന്നു. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയിലെ സമുന്നതരായ നേതാക്കളും ലീഗ് വേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായമില്ലാതെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ കഴിയുമെന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് മനസ്സിലായി, ഇപ്പോൾ ഇതിൽ വിട്ടുനിന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ പോലും മണ്ഡലങ്ങളിൽ കിട്ടൂല എന്നുള്ളത് ഉറപ്പായപ്പോൾ സമസ്തയുടെ പിന്നാലെ ഇങ്ങോട്ട് വന്ന് കൂടുകയാണ്. ഞങ്ങളും കൂടെ ഉണ്ട്, ഇനി ഒന്നും തന്നില്ലെങ്കിലും വേണ്ടിയില്ല, കൂടി പാണക്കാടും നിർത്തിയിലും വേണ്ടിയില്ല, ഞങ്ങൾക്കൊരു പദവിയും തന്നിയിലും വേണ്ടിയില്ല, ഞങ്ങൾ നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂടുകയാണ്. സമസ്തയെ മാറ്റി നിർത്തിയിട്ട് മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സമസ്തയില്ലാതെ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വിളിക്കാതെ കല്യാണത്തിന് വരുന്നത് പോലെ ഞങ്ങൾ വരാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നാലെ കൂടാനുള്ള പരിപാടിയാണ്. ഇതും സമസ്ത മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ നേതാക്കളിൽ 90% വഹാബികളാണ്. ഇത്രയും കാലം മുസ്ലിം ലീഗ് കൊണ്ട് സുന്നികൾക്കൊരു ഉപകാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, സുന്നികൾക്ക് വളരെ നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. വഖഫ് ബോർഡിൽ കയറിക്കൂടി നമ്മളുടെ ഒരുപാട് സുന്നികളുടെ പള്ളികളും സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. വഹാബികൾ ഗവൺമെൻറ് ചെലവിൽ ഒരുപാട് അറബി കോളേജുകൾ തുടങ്ങി. പല നിലക്കും സുന്നിയെ ഇത്രയും കാലം മുസ്ലിം ലീഗ് ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ആ സത്യം മനസ്സിലാക്കി ഈ അവസാന അവസരത്തിലെങ്കിലും ആ സത്യം മനസ്സിലാക്കി മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ സമസ്ത കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കണം, ഞങ്ങളും വരാം, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. നാണമില്ലാത്ത വർഗങ്ങൾ. പക്ഷേ മുസ്ലിം ലീഗിനെ സമസ്തയുടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംഗതികളും ഒരു വിഷയങ്ങളും അവരെ ഏൽപ്പിക്കരുത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലെ അവർക്കും എന്താവാം, ഏതൊരു പരിപാടിയിലും വരാം, പോവാം, കാര്യങ്ങൾ പറയാമെന്ന് മാത്രമല്ലാതെ സമ്മേളനങ്ങളിൽ അധ്യക്ഷനായിട്ടോ അധ്യക്ഷ പ്രസംഗമായിട്ടോ സ്വാഗത പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്ഘാടന പ്രസംഗങ്ങളായിട്ടോ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാക്കളെയും ഉൾപ്പെടുത്തരുത്. ഒരു നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പാടില്ല. അതൊക്കെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അധ്യക്ഷനായാലും സ്വാഗത പ്രസംഗമായാലും അധ്യക്ഷ പ്രസംഗമായാലും ഉദ്ഘാടന പ്രസംഗമായൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.